കുറേയിട്ട് നടത്തിച്ചാൾ കുറേ ഒരു 3-4 ദിവസം 2 മണിക്ക് വരാൻ പറഞ്ഞിട്ട് വരിക ഇരുന്നിട്ട് ലാസ്റ്റ് എനിക്ക് ഇവിടുത്തെ ബുക്കുകൾ എടുത്തിട്ട് എന്നോട് തപ്പാൻ പറയുക. എനിക്കറിയും ഇവിടെ എടുത്ത് ബുക്കൊക്കെ തപ്പാൻ എനിക്കറിയും. ഇത് പരാതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പരാതിക്കാരൻ ഒരു വിവരാവകാശ രേഖ, പട്ടയം കിട്ടാനുള്ള വിവരാവകാശ രേഖ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് കാലമായി നടക്കണു. ആദ്യം വക്കീൽ വഴി അദ്ദേഹം അപേക്ഷിച്ചു, അപ്പോൾ അത് അവൈലബിൾ അല്ല എന്ന് പറഞ്ഞു. പിന്നെ അതിന് ശേഷം നമുക്ക് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ രേഖ തരാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ട്രാപ്പ് സെറ്റ് ചെയ്ത്, പരാതിക്കാരൻ വന്ന് നമ്മുടെ അടുത്ത് ട്രാപ്പ് സെറ്റ് ചെയ്തു. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ഉച്ചയോട് കൂടിയിട്ടാണ് അവിടുന്ന് വന്നത്. അപ്പോൾ അവിടുന്ന് വന്നതിന് ശേഷം അദ്ദേഹം അളക്കാൻ പോയിക്കായിരുന്നു. അപ്പോൾ അളക്കാൻ പോയതിൻ്റെ ഒരു 1500 രൂപ നമ്മൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ എടുത്തിട്ടുണ്ട്. പ്രൈവറ്റായിട്ടുള്ള അളവാണത്. അത് എൻ്റെ പ്രതിഫലമായിട്ട് കിട്ടിയിട്ടുള്ളത്. പിന്നെ ഈ പൈസ പുസ്തകത്തിനുള്ളിൽ വെക്കാനാണ് പറഞ്ഞത്. പുസ്തകത്തിൻ്റെ ഉള്ളിൽ വെച്ചു. അവിടുന്ന് പരാതിക്കാരി ഇറങ്ങിയതിന് ശേഷം അത് കൈ കൊണ്ടെടുത്ത് മേശയിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള തെളിവുകൾ നമ്മുടെ ഗസറ്റ് ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു സാക്ഷികളായിട്ട്. അപ്പോൾ അതിനോടനുബന്ധിച്ച് നമ്മൾ അദ്ദേഹത്തെ 5 കൂടി അറസ്റ്റ് ചെയ്തു. അത് ആദ്യമായിട്ടാണ് ഞാനും കേൾക്കുന്നത്. എനിക്കിതുവരെ അങ്ങനത്തെ ഒരു അനുഭവം ഇല്ല. വിവരാവകാശരേഖയ്ക്ക് എന്നതിന് വിവരാവകാശം ആപ്ലിക്കൻസ് ഒരു അവയർനെസ് ഉള്ള ആളുകളായിരിക്കും. അപ്പോൾ അവരുടെ നിന്ന് കാശ് മേടിക്കാന്ന് പറഞ്ഞാൽ ഞാനും ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. 3000 രൂപയാണ് വാങ്ങിയിട്ടുള്ളത്. എന്തെങ്കിലും കൂടുതലായിട്ട് ഇത്തരത്തിൽ കൈക്കൂലി വാങ്ങുന്ന കാര്യങ്ങൾ എന്തെങ്കിലും വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടോ? അദ്ദേഹം അങ്ങനെ എല്ലാ കാര്യങ്ങളും അദ്ദേഹം ചെയ്തു കൊടുക്കും. പക്ഷേ എല്ലാത്തിനും അദ്ദേഹത്തിന് കാശ് വേണം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പോളിസി. അത് ഈ പരാതിക്കാരനോടും പറഞ്ഞതായിട്ട് പരാതിക്കാരൻ പറഞ്ഞിരുന്നു. നമ്മൾ വെരിഫിക്കേഷൻ നടത്തിയിരുന്നു. വെരിഫിക്കേഷൻ നടത്തിയിട്ടാണ് നമ്മൾ ഈ കാര്യം ചെയ്യുന്നത്. പ്രിലിമിനറി ഒരു വെരിഫിക്കേഷൻ നടത്തും ഉദ്യോഗസ്ഥനെ കുറിച്ച്. അങ്ങനെ ആ ഉദ്യോഗസ്ഥനെ കുറിച്ച് വെരിഫിക്കേഷൻ നടത്തിയതിൽ അദ്ദേഹം കറപ്റ്റഡ് ആണെന്നുള്ള കാര്യം മനസ്സിലായതുകൊണ്ടാണ് നമ്മൾ അടുത്ത പ്രൊസീജിയറിലേക്ക് പോയിട്ടുള്ളത്. മാടക്കത്തറ വില്ലേജ് ഓഫീസർ പോളി ജോർജിനെയാണ് കൈക്കൂലി വാങ്ങുന്നതിനിടയിൽ വിജിലൻസ് സംഘം പിടികൂടിയിരിക്കുന്നത്. പുതിയ വിജിലൻസ് ഡിവൈഎസ്പി ആയിട്ടുള്ള ജിം ജോർജിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ പ്രതിയെ പിടികൂടിയിരിക്കുന്നത്. മാടക്കത്തറ സ്വദേശി തന്നെയായിട്ടുള്ള ഒരു പരാതിക്കാരൻ നൽകിയ പരാതി. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇദ്ദേഹം ഈ കൈക്കൂലി വാങ്ങിയിരിക്കുന്നത് വിവരാവകാശ രേഖയ്ക്ക് മറുപടി നൽകുന്നതിന് വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ്. ഈ പട്ടയവുമായി ബന്ധപ്പെട്ട പരാതിക്കാരൻ ഒരു വിവരാവകാശം നൽകിയിരുന്നു. ഈ വില്ലേജിലെ 10 ആളുകളുടെ ഇത്തരത്തിൽ പട്ടയം 15 സെന്റ് ഭൂമിക്ക് മുകളിൽ പട്ടയം നൽകിയിട്ടുള്ള ആളുകളുടെ വിവരം ശേഖരിക്കുന്നതിന് വിവരം നൽകിയിരുന്നു. ആ വിവരം നൽകിയ വിവരാവകാശ രേഖയ്ക്ക് മറുപടി നൽകുന്നതിനാണ് ഇത്തരത്തിൽ 3000 രൂപ കൈക്കൂലി ആവശ്യപ്പെട്ടിരുന്നതാണ് വിവരം ലഭിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് വിജിലൻസ് ഡിവൈഎസ്പി അടക്കമുള്ള സംഘം ഇവിടേക്ക് എത്തി. എന്തായാലും പരാതിക്കാരൻ ചെയ്യുന്നുണ്ട്. എടാ, നമ്മൾ എന്തായിരുന്നു ഒരു പരാതി നൽകിയിരുന്നത്? ഞാൻ വിവരാശ വെച്ചായിരുന്നു. വിവരാശം എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ അമ്മയുടെ പേരിലുള്ള 17 സെന്റ് ഭൂമി പട്ടയത്തിന് വെച്ചിട്ട് കൈക്കൂലി ചോദിച്ചില്ല. അത് രാഷ്ട്രീയ നേതാക്കന്മാരാ കൈക്കൂലി തടഞ്ഞു വെച്ചേക്കായിരുന്നു. അതിൽ 15 സെന്റ് കൊടുക്കാനും 2 സെന്റ് സർക്കാർ വലിയ കൊടുക്കാനും പറഞ്ഞ രേഖ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അതിന് ഇവർ തടഞ്ഞു വെച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇത് എന്താ തടഞ്ഞു വെച്ചാൽ വിവരാശ എടുത്തപ്പോൾ 10 സെന്റ് അമ്മയുടെ പേരിൽ ഇല്ലാത്ത ഭൂമി ഉണ്ട് എന്ന് പറഞ്ഞ് കള്ള റിപ്പോർട്ട് കൊടുത്തു. അപ്പോൾ ആ റിപ്പോർട്ട് ആരുടെ പേരിലാന്നുള്ള അന്വേഷിച്ച് അത് അവിടെ നാളെ വന്ന് പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ ആ വിവരം വേറെ ആളുടെ പേരിലാന്ന് പറഞ്ഞിട്ട് തന്നെ അത് ഞാൻ ഇപ്പോൾ കാണിച്ചു തന്നില്ല, ഇതിൽ കടലാസിൽ കാണിച്ചു തന്നെ. അപ്പം ഞാൻ ഈ 10 സെന്റ് ഭൂമി ഉണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളവർ തടഞ്ഞു വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഈ വില്ലേജിൽ 13 ഏക്കർ 12 ഏക്കറുള്ളവർക്ക് 1.5 ഏക്കർ 2 ഏക്കർ അതിലുള്ള ആളുകൾ വിവരം ചോദിച്ചാണ് അതിലുള്ള ആൾക്കാർ വിവരം ചോദിച്ചിട്ട് ഞാൻ കൊടുത്ത്. അപ്പോൾ ഇങ്ങോട്ട് പറഞ്ഞു കാശ് കിട്ടാണ്ട് ഞാൻ ചെയ്യില്ല എന്ന് തോന്നുന്നു. എനിക്ക് പൈസ കിട്ടണം. പൈസ കിട്ടിയാൽ ഞാൻ ദേവതരുടെ കാര്യം ചെയ്തു തരും. പൈസ കിട്ടിയില്ല ചെയ്തില്ല. അല്ല തൻ്റെ അമ്മ മരിക്കുമ്പോഴേക്കും വേണമെങ്കിൽ താൻ കാശ് വന്നു പറയുന്നത് എന്നെ അങ്ങനെ ഈ കണക്ക് വെച്ച് പറഞ്ഞ അയാളെന്നോട്. അപ്പോൾ പിന്നെ നമുക്ക് പൈസ കൊടുക്കാനും പറ്റില്ല. എന്നെ കുറേയിട്ട് നടത്തിച്ചയാൾ കുറേ ഒരു 3-4 ദിവസം 2 മണിക്ക് വരാൻ പറഞ്ഞിട്ട് വരിക ഇരുന്നിട്ട് ലാസ്റ്റ് എനിക്ക് ഇവിടുത്തെ ബുക്കുകൾ എടുത്തിട്ട് എന്നോട് തപ്പാൻ പറയുക. എനിക്കറിയും ഇവിടെ എടുത്ത് ബുക്കൊക്കെ തപ്പാൻ എനിക്കറിയും. എന്നിട്ട് ലാസ്റ്റ് ഞാൻ പറഞ്ഞു സാറേ പൈസ തരാം. അപ്പോൾ എനിക്ക് വൈഫിന് ശമ്പളം കിട്ടിയിട്ട് വേണം പൈസ കൊടുക്കണേ. അപ്പോൾ 1-ാം തീയതി കിട്ടുള്ളൂ എന്ന്. അപ്പോൾ താൻ വേഗം കൊണ്ടുപോവാ, അല്ലാണ്ട് നടക്കില്ല അല്ലെങ്കിൽ ഇത് എന്ന് പറഞ്ഞു. എന്നിട്ട് ഇന്നലെ ഞാൻ പൈസ കിട്ടിയിട്ട് കൊണ്ടുവരാമെന്ന് പറഞ്ഞപ്പോൾ ആൾ 2 എടുത്തു തന്നു. ഇന്ന് വരാൻ പറഞ്ഞു. ഇന്ന് വരാൻ 2 മണിക്ക് വന്നപ്പോൾ ആൾ വേറെ എന്താ അളക്കണ സ്ഥലത്തേക്ക് പോയി. എന്നിട്ട് പിന്നെ വീണ്ടും വന്നിട്ട് എല്ലാവരും വിട്ടതിന് ശേഷം എന്നെ കയറ്റി എൻ്റെ പൈസ മേടിക്കാനാണ്. അപ്പോൾ ഞാൻ പൈസ ആവശ്യപ്പെട്ടിരുന്നു 3000 രൂപ. അപ്പോൾ 3000 ഞാൻ കൊടുത്തു. കയ്യിൽ കൊടുക്കാമെന്ന് പറഞ്ഞു. വേണ്ട, കയ്യിൽ വേണ്ട ബുക്കിൽ വയ്ക്കുന്നു പറഞ്ഞു. അപ്പോൾ ഞാൻ ബുക്കിൽ വെച്ച് കൊടുത്തു.
ആ ബുക്കിൽ വെച്ച പൈസയാണ് എടുത്തിട്ടുള്ളത്. എന്തായാലും 3000 രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടയിലാണ് ഇത്തരത്തിൽ വിജിലൻസിന്റെ പിടിയിൽ വാടക്കത്ര വില്ലേജ് ഓഫീസർ പിടിയിലായിരിക്കുന്നത്. വിവരാവകാശ രേഖയ്ക്ക്, അതായത് എവിടെയും കെട്ടുകളില്ലാത്തൊരു കാര്യമാണ്, വിവരാവകാശ രേഖയ്ക്ക് മറുപടി നൽകുന്നതിന് 3000 രൂപ കൈക്കൂലി വാങ്ങി എന്നുള്ളത് വിജിലൻസ് ഉദ്യോഗസ്ഥരുമായി നമ്മൾ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്നു, ജിംപോൾ ആയിരുന്നു DYSP, അദ്ദേഹം പറഞ്ഞിരുന്നു ഇദ്ദേഹം ഇത്തരത്തിൽ സ്ഥിരമായി കൈക്കൂലി വാങ്ങുന്ന ആളാണ്, എല്ലാ കാര്യങ്ങളും ചെയ്തു നൽകും, പക്ഷേ എന്ത് കാര്യം ചെയ്തു നൽകണമെങ്കിലും അതിന് പ്രതിഫലമായി കൈക്കൂലി വാങ്ങണം, ആ കൈക്കൂലി ലഭിച്ചാൽ മാത്രമേ ഇയാൾ പണം അല്ലെങ്കിൽ ഈ ഇത്തരത്തിൽ കാര്യങ്ങൾ ചെയ്തു നൽകൂ എന്നുള്ളൊരു വിവരമാണ് എന്തായാലും DYSP നമ്മളോട് പങ്കുവച്ചിരിക്കുന്നത്. എന്തായാലും മാടക്കത്ര വില്ലേജ് ഓഫീസറായിട്ടുള്ള പോളി ജോർജ് ഇത്തരത്തിൽ 3000 രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടയിൽ പിടിയിലായിരിക്കുന്നു.